നിമിഷം ആകെ തളർന്നു. പക്ഷേ ജീവന അപകടമൊന്നും ഉണ്ടാകില്ല. എഴുന്നേൽക്കാനോ നടക്കാനോ സാധിച്ചില്ലെന്ന് വന്നേക്കാം. എന്റെ പൊന്നുമോനെ സമാധാനിപ്പിച്ചിരിക്കുന്നു. എല്ലാ മനുഷ്യരും രക്ഷപ്പെടണമെന്നും സത്യം ഗ്രഹിക്കണമെന്നും ദൈവം ആഗ്രഹിക്കുന്നു. ദൈവത്തിനും മനുഷ്യനുമിടയിൽ മധ്യസ്ഥാനത്താണ് മനുഷ്യനായ ഈശോ മിശിഹ. അവിടുന്ന് തന്നെ തന്നെ വീണ്ടെടുപ്പ് ബലിയായി സമർപ്പിച്ചു. യഥാകാലം അവിടുന്ന് സാക്ഷ്യം നൽകി. പ്രസ്തുത സാക്ഷ്യത്തിന്റെ അപ്പസ്തോലനും പ്രാസംഗികനുമായി എന്നെ നിയമിച്ചിരിക്കുകയാണ്. ജഗദീശ്വര, ഈ ജന്മദിനത്തിന് എന്റെ മകൾ നൃത്തം ചെയ്യണമെന്നില്ല. എന്റെ അടുത്ത് വന്നിരിക്കുന്നത് കണ്ടാൽ മതിയായിരുന്നു. തിരുവേനിയെ അധൈര്യപ്പെടും. അരമന വൈദ്യരാൽ ആകാവുന്നതൊക്കെ ചെയ്യുന്നു. അതുപോലെങ്കിൽ വിദഗ്ധന്മാരായ വൈദ്യന്മാരെ എവിടെയുണ്ടെങ്കിലും കൊണ്ടുവരാം, ചികിത്സിപ്പിക്കാം. വിശുദ്ധ തോമയെ ഇതുവരെയും വിവരമറിയിച്ചില്ല. അദ്ദേഹം ദിവ്യനല്ലേ? ദിവ്യദൃഷ്ടി കൊണ്ട് ഇതിനകം അറിഞ്ഞിരിക്കും. തിരുവുള്ളക്കേട് തോന്നരുത്. അവിടുന്ന് അദ്ദേഹത്തെ ആരാധിക്കുന്നത് അപകടമാണ്. ഒരു മഹാത്മാവിനെ പൂജിക്കുന്നതിൽ എന്താണ് ആക്ഷേപം? മഹാത്മാവാണെങ്കിൽ പൂജിക്കണമെന്നേ. അല്ലെന്നാണോ വിക്രമന്റെ അഭിപ്രായം? രാജഗുരുവിന്റെ അനുഭവം ആവർത്തിക്കണമെന്നാണോ ആഗ്രഹം? വെറും ജാലവിദ്യ പഠിച്ച ഒരുത്തിന് കഴിയുന്നതാണ് നാവടക്കം. അത്ര നിസ്സാരമായി നമുക്ക് തോന്നുന്നില്ല. തോമ ദിവ്യനായിരുന്നെങ്കിൽ അദ്ദേഹത്തെ ആദരിക്കുന്ന അവിടുത്തേക്ക് ഇങ്ങനൊരു ആപത്ത് വരാൻ പാടില്ല. ഈശ്വരഹിതം ആർക്കും മാറ്റാൻ സാധ്യമല്ല. അറിഞ്ഞുകൊണ്ട് ഈശ്വരനെ മറന്ന് അവിടുന്ന് ഒന്നും ചെയ്തിട്ടില്ല. അറിയാതെയുള്ള അപരാധമാണെങ്കിൽ അതിനുള്ള ശിക്ഷ ഇളവിക്കാനെങ്കിലും ദൈവത്തിന്റെ ഈ മധ്യസ്ഥം ശ്രമിക്കേണ്ടതായിരുന്നു. ശ്രമിക്കയില്ലെന്നും എങ്ങനെ തീരുമാനിച്ചു? തിരുമേനി, തോമ ദിവ്യനായിരുന്നെങ്കിൽ അങ്ങയോട് അല്പമെങ്കിലും കാരുണ്യം ഉണ്ടായിരുന്നെങ്കിൽ അങ്ങയുടെ ഓമന പുത്രിക്ക് ഇങ്ങനൊരു അവസ്ഥ വരികയില്ലായിരുന്നു. അത് മാത്രമല്ല, ഈ തോമയെ പറ്റി ആടിയ ബലമായ സംശയമുണ്ട്. സംശയമോ? അതെ, ശത്രുചാരന്മാർ കൊട്ടാരത്തിനകത്ത് വരെ എത്തിയിരിക്കുന്നു മഹുവാൽ പറയുന്നു. അതുകൊണ്ട് യുദ്ധം നാശകരമാണ്, സമ്മതിക്കുന്നു. പക്ഷേ ശത്രുക്കൾ നമ്മെ ആക്രമിക്കുമ്പോൾ നാം അടങ്ങിയിരിക്കണമെന്ന് ആരെങ്കിലും പറഞ്ഞാൽ അത് ആത്മാർത്ഥതയോടാണെന്ന് അടിയന് തോന്നുന്നില്ല തിരുമേനി. വിക്രമൻ പറയുന്നതിന്റെ അർത്ഥം വ്യക്തമാണ്. നമ്മെ അടക്കിയിരുത്തിയാൽ ശത്രുക്കൾക്ക് ഈ രാജ്യം വേഗം കൈക്കലാക്കാം. പ്രഭു, തോമ വിദേശിയാണ്. ഭാരത സംസ്കാരം തന്നെ അദ്ദേഹത്തിന് പരിചിതമല്ല. നമ്മുടെ നാട്ടിൽ ആദ്യമായി വന്നിട്ടോ ദിവസങ്ങൾ തന്നെ ആയിട്ടില്ല. എന്നിട്ടും മാതൃഭാഷ പോലെ നമ്മുടെ ഭാഷ അദ്ദേഹം കൈകാര്യം ചെയ്യുന്നു. ഒരു സ്വദേശിനേക്കാൾ ഈ നാട് അദ്ദേഹത്തിന് പരിചിതമാണ്. ശരിയാണ്. നമുക്കും പലപ്പോഴും അത്ഭുതം തോന്നിയിട്ടുണ്ട്. അത്ഭുതപ്പെടാനൊന്നുമില്ല. അദ്ദേഹം വിദേശിയല്ല, ആരുടെയും ശിഷ്യനല്ല, സിദ്ധനും ദിവ്യനുമല്ല. വേറെ ഒരു ശത്രുചാരൻ നമ്മെ നിർവീര്യരാക്കാൻ കണ്ടുപിടിച്ച ഒരു കുറുക്കുവിദ്യ, ഒരു പുതിയ വേഷം, അത്ര തന്നെ. എന്തോ നമുക്കൊന്നും തോന്നുന്നില്ല. തിരുമേനി, ഈ നാടിന്റെ ഭദ്രതയ്ക്ക് ഭംഗം വരാതെ കാത്തു സൂക്ഷിക്കാൻ ആടിയനും ബാധ്യസ്ഥനാണ്. നേരിട്ട് അങ്ങേക്ക് ഉത്തരവ് വരാൻ പ്രയാസമാണെങ്കിൽ ആ ചുമതല ആടിയനെ ഏൽപ്പിക്കണം. ഈ രാജ്യത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി നല്ലതെന്ന് തോന്നുന്ന എന്തും ചെയ്യാൻ വിക്രമന് അധികാരമുണ്ടല്ലോ. അവിടുത്തെ തിരുവുള്ളൂ. മഹാരാജാവ് തിരുമേനിയുടെ കൽപ്പനയനുസരിച്ച് നിങ്ങളെ ബന്ധനത്തിലാക്കാൻ വന്നിരിക്കുകയാണ് ഞാൻ. മഹാരാജാവിന്റെ കൽപ്പന അനുസരിച്ചു. എന്താ സംശയം? എനിക്ക് സംശയമൊന്നുമില്ല. ഞങ്ങളെ ഇല്ലെങ്കിലും ഓടിപ്പോകാൻ വന്നതല്ല ഞാൻ. രാജദ്രോഹികളെ വിശ്വസിക്കാൻ വയ്യ. ആരാണ് രാജദ്രോഹി? എന്തായി? അയാളെ ഞാൻ കാരാഗ്രഹത്തിൽ അടച്ചു. സബാഷ്. മഹാരാജാവിന്റെ കൽപ്പന പ്രകാരമാണെന്ന് അയാളോട് പ്രത്യേകിച്ച് പറഞ്ഞില്ലേ? പറഞ്ഞു. പക്ഷേ അയാളത് വിശ്വസിച്ച ലക്ഷണമില്ല. വിശ്വസിച്ചാലും ശരി, വിശ്വസിച്ചില്ലെങ്കിലും ശരി, രാജാവിന്റെ സഹായത്തിന് തോമയുണ്ടാകാൻ പാടില്ല. രാജാവിന്റെ മനസ്സ് മാറിയാൽ അതിനു മുമ്പ് നമുക്ക് കാര്യം സാധിക്കണം. ഞാൻ താമസിക്കുന്നില്ല. നിങ്ങളുടെ ചാരപ്രധാനി മഹിപാലിന് ഏതോ ബലമായ സംശയം തോന്നിയിട്ടുണ്ട്. അയാൾ എന്നെ പിന്തുടരുന്നുണ്ട്. സൂക്ഷിക്കണം. നിങ്ങൾ സൂക്ഷിച്ചാൽ മതി. ഞാൻ എന്റെ വാക്ക് പാലിച്ചു. ഞങ്ങളുടെ വാക്ക് പാലിക്കാനുള്ള സമയമാകുന്നതേ ഉള്ളൂ. ഞാൻ യാത്ര ചോദിക്കുന്നില്ല. ഞാനും നിരായുധനല്ല. പക്ഷേ നമ്മൾ തമ്മിൽ ഒരു പോരാട്ടം ആവശ്യമുണ്ട്. നിങ്ങൾ നീതി നിറവേറ്റണമെന്ന് നിർബന്ധമുള്ളൊരു ഉദ്യോഗസ്ഥൻ. നീതി നിറവേറ്റണമെന്നുള്ള ഉദ്യോഗസ്ഥൻ എന്നിട്ടാണോ അനുമതി കൂടാതെ എന്റെ വാസസ്ഥലത്ത് കടന്നു വന്നത്? കർത്തവ്യ നിർവഹണത്തിൽ
എവിടെ പ്രവേശിക്കുന്നതിനും എനിക്ക് അനുമതിയുണ്ട്. ഞാൻ ആരാണെന്ന് നിങ്ങൾ മറന്നിട്ടില്ലല്ലോ. ഇല്ല, തിരുമേനി കഴിഞ്ഞാൽ ഞങ്ങളുടെ ഏറ്റവും വലിയ മേലധികാരി. നിങ്ങളെ എനിക്ക് എന്തും ചെയ്യാൻ കഴിയില്ല. ഒരു രാജ്യദ്രോഹിക്ക് അതിനുള്ള കഴിവില്ല. മഹിപാൽ, ഈ നിമിഷം നിങ്ങളെ തറങ്കലടയ്ക്കാനുള്ള എല്ലാ ഏർപ്പാടുകളും ഞാൻ ചെയ്തിട്ടുണ്ട്. മഹിപാൽ, നിങ്ങളെന്നെ ചതിക്കരുത്. നിങ്ങളെ രക്ഷിക്കാവുന്ന കുറ്റമല്ല നിങ്ങൾ ചെയ്തിട്ടുള്ളത്. ഞാൻ പറയുന്നു കേൾക്കൂ. നിങ്ങളെ ഞാൻ ഈ നാട്ടിലെ മന്ത്രിയാക്കും. പെറ്റ നാടിന്റെ മാനം വിറ്റ് കിട്ടുന്ന നേട്ടം എനിക്ക് വേണ്ട. എന്ന് നിങ്ങൾ ഒരു ചാരനായി കഴിഞ്ഞുകൂടിയാൽ മതിയെന്നാണോ നിങ്ങളുടെ വിചാരം? മതിയങ്ങുന്നു. ഉള്ളത് കൊണ്ട് ഞാൻ തികച്ചും തൃപ്തനാണ്. നിങ്ങൾ പറയുന്നത് എന്തും അനുസരിക്കാൻ ഞാൻ തയ്യാറാണ്. അങ്ങക്ക് ഈ രാജ്യത്തിന്റെ ഭരണാധികാരിയായിരിക്കും. അതിനുവേണ്ടി എന്തിനെ കുറുക്കു വഴി? അവർ അങ്ങേ കൈവിട്ടാലുള്ള ഗതി? ഇല്ല മഹിപാൽ, അവരെന്നെ കൈവിടുകയില്ല. എങ്ങനെ നിശ്ചയിച്ചു? അധികാരത്തിന് വേണ്ടി സ്വന്തം ആളുകളെ വഞ്ചിക്കാൻ മടിക്കാത്ത അങ്ങേ ഏത് പട്ടികയിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളതെന്ന് ആലോചിക്കുന്നുണ്ട്. മഹിപാൽ, തിരുമേനിക്ക് ആൺമക്കളില്ല, ഒരേ ഒരു മകൾ. കാലും കയ്യും തളർന്നു കിടക്കുന്ന കുമാരിയെ ഇനി ഒരു രാജകുമാരൻ പരിണയിക്കുമെന്ന് തോന്നുന്നുമില്ല. അതുകൊണ്ട് തന്റെ വാത്സല്യപുത്രിയുടെ വിവാഹം നടന്നു കാണാൻ തിരുമേനി എന്ത് വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകും. വിട്ടുവീഴ്ചയോ? അതെ, രാജവംശത്തിൽ പിറന്നവനല്ലെങ്കിലും യോഗ്യനായ ഒരു വരനെ കിട്ടിയാൽ അദ്ദേഹം തൃപ്തനാകും. തെളിയിച്ചു പറയൂ. രാജകുമാരിയെ നിങ്ങൾ വിവാഹം ചെയ്യാമെന്ന് സമ്മതിച്ചാൽ അദ്ദേഹം അത് എതിർക്കുകയില്ല. മഹിപാൽ, എന്റെ ബുദ്ധിശൂന്യതയിൽ എനിക്ക് മാപ്പ് തരൂ. ചാരന്മാർക്ക് ഈ നർത്തകിയുടെ താമസ സ്ഥലത്ത് എന്താണാവോ കാര്യം? ഞങ്ങളുടെ ജോലി സ്ഥലത്തിന് പരിധിയില്ല. അപ്പോൾ ഈ അപൂർവ ദർശനം? കാര്യമായിട്ട് തന്നെ അപൂർവമായി ഓരോന്ന് കേൾക്കുമ്പോൾ ദർശിക്കേണ്ടവരെ ദർശിച്ചല്ലേ വെക്കൂ. സമ്മതിക്കുന്നു. ഇനി കാര്യം കേൾക്കട്ടെ. കാര്യം കേട്ടപ്പോൾ ഇവിടെ അറിയിക്കേണ്ടതാണെന്ന് തോന്നി. ശരി, അറിയിക്കണം. നമ്മുടെ രാജകുമാരി നിർഭാഗ്യവശാൽ ആലസ്യത്തിലെ. അതിന് ഞാൻ എന്ത് ചെയ്തു? നിങ്ങൾ എന്തെങ്കിലും ചെയ്തെന്ന് ഞാൻ പറഞ്ഞില്ല. പിന്നെ എന്നോട് ഇത് പറയാൻ കാരണമുണ്ട്. കയ്യും കാലം തളർന്നെങ്കിലും മറ്റപകടമൊന്നും കുമാരിക്ക് സംഭവിക്കില്ല. നല്ലത്. അവരെ വിവാഹം ചെയ്യാനും ഒരാൾ തയ്യാറുണ്ട്. ആരാണ്? ആരായാലും തിരുമലയുടെ കാലശേഷം ഭരണാവകാശം അയാൾ കിട്ടും എന്നുള്ള തീർച്ച. ഭാഗ്യവാൻ ആയിരിക്കും. പക്ഷേ നിങ്ങളുടെ ഗതി കഷ്ടത്തിലാകുമല്ലോ. എങ്ങനെ? വിവാഹം ചെയ്യുന്നയാൾ നിങ്ങളുടെ കാമുകനാണെന്ന് വിചാരിക്കും. എനിക്ക് അങ്ങനെ ഒരു കാമുകൻ ഇല്ലെന്ന് എന്നോട് പറയാനാണോ ഭാവം? എന്താ നിങ്ങൾ തമ്മിൽ പിണങ്ങിയോ? ആര് തമ്മിൽ പിണങ്ങിയെന്നാണ് നിങ്ങൾ പറയുന്നത്? നമ്മുടെ മന്ത്രി. ഓഹോ, അപ്പോൾ വിക്രമനാണ് രാജകുമാരി വിവാഹം ചെയ്യാമെന്ന് സമ്മതിച്ചത്? ആരും ചോദിച്ചിട്ടല്ല, അദ്ദേഹം അങ്ങനെ ആലോചിക്കുന്നു. നടക്കാത്ത കാര്യം. എന്തുകൊണ്ട്? രാജാവ് അതിന് സമ്മതിക്കുമോ? രാജകുമാരിയുടെ ഇന്നത്തെ നിലയ്ക്ക് ചിലപ്പോൾ സമ്മതിച്ചെന്നും വരും. ശരി, നമുക്ക് കാണാം. എന്ത് വിവാഹമോ? അല്ല, മന്ത്രിയുടെ വ്യാമോഹം. ഞാൻ അറിഞ്ഞത് പറഞ്ഞു. നന്ദി. എന്നാൽ ഞാൻ ഇറങ്ങുകയാണ്. ശരി.